സഞ്ജു സാംസന്റെ കാര്യത്തിൽ നമ്മൾ ഭയപ്പെട്ടത് തന്നെ സംഭവിക്കാൻ പോവുകയാണ്. അദ്ദേഹം 2026 T20 ലോകകപ്പ് കളിക്കുമോ എന്നുള്ള കാര്യത്തിലുള്ള ആശങ്ക ഇനി ബലപ്പെടുകയാണ്. കാരണം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള T20 പരമ്പരയിൽ അദ്ദേഹം ടീമിൽ ഉൾപ്പെട്ടിട്ടും അവസരം കിട്ടാനുള്ള സാധ്യത ഇനി കാണുന്നില്ല. ഇന്ത്യയുടെ T20 ഫസ്റ്റ് ഓപ്ഷൻ വിക്കറ്റ് കീപ്പറായിട്ട് ഇപ്പോൾ പരിഗണിക്കപ്പെടുന്നത് ജിതേഷ് ശർമ്മയാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ മാത്രം ഇനി സഞ്ജു സാംസൺ അവസരം കിട്ടും. അല്ലെങ്കിൽ ശുഭ്മാൻ ഗില്ല് ടീമിൽ ഉണ്ടാകാൻ പാടില്ല. ഇതാണ് ഇപ്പോഴത്തെ ഒരു ടീം മാനേജ്മെൻറ്റിൻ്റെ സ്ട്രാറ്റജി എന്നാണ് മനസ്സിലാകുന്നത്. ശുഭ്മാൻ ഗിൽ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനായി നിയമിതനായതിനു ശേഷം അദ്ദേഹം സ്ഥിരമായി പ്ലേയിങ് 11 ഉണ്ടാകും. അതോടുകൂടി സഞ്ജു സാംസൻ്റെ സാധ്യത ഏതാണ്ട് അടഞ്ഞ മട്ടാണ്. കാരണം സഞ്ജു സാംസനെ ടീം അധികൃതർ ഇപ്പോൾ കണക്കാക്കുന്നത് ഒരു ടോപ്പ് ഓർഡർ ബാറ്റർ എന്ന നിലയിലാണ്. ഓപ്പണറോ അല്ലെങ്കിൽ വൺ ഡൗണോ ഇറങ്ങാൻ പറ്റിയ ഒരാൾ. എന്നാൽ ജിതേഷ് ശർമ്മ ഒരു ഫിനിഷറായിട്ടാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കളി ശൈലി അങ്ങനെ തന്നെയാണ്. സഞ്ജു സാംസൺ എന്ന് പറയുന്നത് ഒരു ഓപ്പണർ ബാറ്റർക്ക് രീതിയിലുള്ള ഒരു ശൈലി പിന്തുടരുന്ന ആളുകൂടിയാണ്. അപ്പോൾ സഞ്ജുവിൻ്റെ സമീപകാല പ്രകടന മികവുകളെല്ലാം തന്നെ ഓപ്പണറായി ഇറങ്ങി തുടർച്ചയായ 2024 കലണ്ടർ വർഷത്തിൽ തുടർച്ചയായ 3 സെഞ്ചുറികൾ നേടിയതൊക്കെ ഇനി പഴങ്കഥയാണ്. അതൊന്നും BCCIയുടെ കണ്ണു തുറപ്പിക്കില്ല എന്നുള്ളതാണ് പുതിയ തീരുമാനം. ശുഭ്മാൻ ഗിൽ അദ്ദേഹം അന്താരാഷ്ട്ര T20 മത്സരങ്ങളിൽ ഒരു വിജയമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് അടിവരയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രകടന മികവുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം. കഴിഞ്ഞ 10 ഇന്നിങ്സുകളിൽ അദ്ദേഹത്തിന് ഒരു അർദ്ധ സെഞ്ചുറി പോലും ഇല്ല. എന്നാൽ സഞ്ജു സാംസൺ ഏഷ്യ കപ്പിൽ നേടിയ ഒരു അർദ്ധ സെഞ്ചുറി ഉണ്ട്. അതും കൂടി പരിഗണിക്കണം. പിന്നെ അദ്ദേഹത്തെ പോലെ 2025 ഏതാണ്ട് 14 T20 മത്സരങ്ങൾ കളിച്ചു. അതിൽ തുടർച്ചയായ ബാറ്റിംഗ് പരീക്ഷണങ്ങൾക്ക് വിധേയനായ ഏക കളിക്കാരൻ സഞ്ജു സാംസൺ മാത്രമാണ്. മറ്റുള്ള ഒരു കളിക്കാർക്ക് പോലും ഇല്ലാത്ത ഒരു ദുർവിധിയാണ് ഇക്കാര്യത്തിൽ സഞ്ജു സാംസൺ ഉണ്ടായിട്ടുള്ളത്. ടോപ്പ് ഓർഡറിൽ കളിക്കേണ്ടയാളെ 8ാമത് ബാറ്ററായിട്ട് വരെ ടീം മാനേജ്മെൻറ്റ് പരിഗണിച്ചു എന്നുള്ളത് നമ്മൾ ഓർക്കണം. അപ്പോൾ ഒരു ക്രിക്കറ്റ് നിരീക്ഷകർ ഇപ്പോൾ അവരുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച പ്രതിഭാധാരാളിത്തമുള്ള ഒരു കളിക്കാരനെ ഇന്ത്യ പാഴാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് പല കാരണങ്ങളാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഒന്ന്, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഏറ്റവും മികച്ച ഈ മഹാരഥന്മാർ, ക്രിക്കറ്റിലെ ഇപ്പോഴത്തെ ആനുകാലിക കാലത്തെ ഏറ്റവും മികച്ച കളിക്കാർ എന്ന് വിലയിരുത്തപ്പെടുന്നത് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയുമാണ്. അപ്പോൾ ഇവർ ഏതാണ്ട് അവരുടെ കരിയർ അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദിനത്തിൽ മാത്രമാണ് ഈ രണ്ടുപേരും ഉള്ളത്. ഇപ്പോൾ BCCIയെ സംബന്ധിച്ച പരസ്യ വരുമാനം ഒരു വലിയ ഘടകമാണ്. അപ്പോൾ ഈ 2 കളിക്കാർക്കും ബദലായി ഒരു സൂപ്പർ സ്റ്റാറെ വളർത്തിയെടുക്കുക എന്നുള്ളത് BCCIയുടെ സാമ്പത്തിക താല്പര്യങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ അവർ അത്തരത്തിലുള്ളൊരു സൂപ്പർ സ്റ്റാറായിട്ട് കണക്കാക്കുന്നത് ശുഭ്മാൻ ഗില്ലിനെയാണ്. കാരണം ഇന്ത്യയുടെ 3 ഫോർമാറ്റിലും കളിക്കുന്ന ഒരു കളിക്കാരൻ, പിന്നെ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൽ ടെസ്റ്റിൻ്റെയും ഏകദിനത്തിൻ്റെയും ക്യാപ്റ്റൻസി കൊടുത്തിരിക്കുന്ന ആൾ. സമീപകാലത്ത് തന്നെ അദ്ദേഹം 3 ഫോർമാറ്റിൻ്റെയും ക്യാപ്റ്റനാകും. അപ്പോൾ ഇന്ത്യയുടെ അടുത്ത സൂപ്പർ സ്റ്റാർ ആയിട്ട് BCCI കരുതുന്നത് ശുഭ്മാൻ ഗില്ലിനെയാണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് അമിത പരിഗണന കിട്ടുന്നത് ഈ രീതിയിലാണ്. പക്ഷേ അദ്ദേഹം ഇത്തരത്തിലുള്ള അമിത പരിഗണന കിട്ടേണ്ട ആളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വിക്കറ്റുകളിൽ ശുഭ്മാൻ ഗിൽ തകർത്താടും എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കരിയർ നോക്കിയാൽ മനസ്സിലാകും. എന്നാൽ ബാറ്റിങ്ങിനെ അത്രയ്ക്കങ്ങ് കൈയയച്ച് സഹായിക്കാത്ത വിക്കറ്റുകളിൽ ശുഭ്മാൻ ഗിൽ ഒരു ശരാശരി കളിക്കാരൻ മാത്രമാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രകടനം നോക്കിയാൽ നമുക്ക് മനസ്സിലാകുക. അപ്പോൾ ഇനി സഞ്ജു സാംസൻ്റെ കാര്യത്തിൽ ഇനി കാര്യങ്ങൾ വ്യക്തമാണ്. അദ്ദേഹത്തിന് 31 വയസ്സായി. ഇനി ഒരു പക്ഷേ അദ്ദേഹത്തിന് ടെസ്റ്റ് അരങ്ങേറ്റമൊക്കെ ഉണ്ടായേക്കാം, എന്നാലും പറയാൻ പറ്റില്ല, ഉറപ്പൊന്നുമില്ല. ഇനി ഏകദിനത്തിൽ അദ്ദേഹം പരിഗണിക്കപ്പെടണമെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും കരിയർ അവസാനിപ്പിക്കേണ്ട ഒരു ഘട്ടത്തിൽ മാത്രമേ അദ്ദേഹത്തിന് ഇനി ഏകദിനത്തിൽ പരിഗണിക്കപ്പെടാനുള്ള സാധ്യതയുള്ളൂ. പക്ഷേ ഈ 2 കളിക്കാരും അടുത്ത ഏകദിന ലോകകപ്പ് വരെ തുടരാൻ തന്നെയാണ് സാധ്യത. 2027 ഏകദിന ലോകകപ്പ് വരെ എന്ന് പറയുമ്പോൾ സഞ്ജുവിനെ സംബന്ധിച്ച് 2 വർഷം കൂടി പോയി കിട്ടും. അപ്പോൾ അദ്ദേഹത്തിന് പ്രായം 33 വയസ്സെങ്കിലും ആകും. അപ്പോൾ സഞ്ജുവിനേക്കാൾ പരിഗണന അർഹിക്കുന്ന യുവതാരങ്ങളുണ്ട് എന്നുള്ള കാരണം പറഞ്ഞ് വീണ്ടും സഞ്ജുവിൻ്റെ പേര് വെട്ടാൻ BCCIക്ക് എളുപ്പമാകും. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പീക്ക് പീരീഡിൽ ഇപ്പോൾ 31 വയസ്സിൽ നിൽക്കുന്ന സഞ്ജുവിന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫോമിലുള്ള ഏറ്റവും നല്ല പീക്ക് പീരീഡാണ്. അപ്പോൾ ഈ 2 വർഷം കൂടി കാത്തിരുന്ന് കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഈ ഫോം നിലനിർത്താൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പൊന്നുമില്ല. അപ്പോൾ ഇതാണ് പൊതുവേ നമുക്ക് വിലയിരുത്തിയാൽ. ഇനി ചില അണിയറ സംസാരങ്ങൾ കൂടി വരുന്നുണ്ട്. കാരണം ഗൗതം ഗംഭീർ അദ്ദേഹം ഇന്ത്യയുടെ പരിശീലകനാകുന്നതിന് തൊട്ട് മുമ്പ് സഞ്ജു സാംസനെ കുറിച്ച് വിലയിരുത്തിയത് ഇങ്ങനെയാണ്: നമ്മുടെ കഴിഞ്ഞ T20 ലോകകപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് സഞ്ജു സാംസണെക്കുറിച്ച് വിലയിരുത്തിയത് ഇങ്ങനെയാണ്:
സഞ്ജു സാംസണാണ് ഇന്ത്യയുടെ നാലാമത് ബാറ്ററായിട്ട് കളിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ബാറ്റർ സഞ്ജുവാണ്. സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തണമെന്ന് അഭിപ്രായപ്പെട്ട ആളാണ് ഗൗതം ഗംഭീർ. അതിനുശേഷം അദ്ദേഹം ഒരു ട്വീറ്റ് നടത്തിയത്, ഇന്ത്യൻ ടീമിൽ മാത്രമായിരിക്കും സഞ്ജു സാംസണെ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്താനായിട്ടൊരു ആശങ്കയുള്ളത്. എന്നാൽ മറ്റു പല രാജ്യങ്ങളുടെയും ടീമിലേക്കാണെങ്കിൽ സഞ്ജു സാംസൺ അവിടെ ഒരു ഷുവർ ഷോട്ടാണ്, ഉറപ്പായിട്ടും അദ്ദേഹത്തിന് പരിഗണന കിട്ടും എന്നുള്ളതാണ് ഗൗതം ഗംഭീർ പറഞ്ഞത്. ഈ സഞ്ജു സാംസൺ തന്നെ തൻ്റെ പരിശീലകനായ ഗൗതം ഗംഭീറിനെ കുറിച്ച് പറഞ്ഞ മറ്റൊരു സംഗതി, അദ്ദേഹത്തെ ഓപ്പണറായിട്ട് ആദ്യം പരിഗണിച്ചപ്പോൾ അദ്ദേഹത്തിന് തുടക്കത്തിൽ അത്ര വലിയ മികവിലൊത്തൊന്നും ഉയരാൻ സാധിച്ചില്ല. അപ്പോൾ കോച്ചുമായിട്ട് സംസാരിച്ചപ്പോൾ ഗംഭീർ ചോദിച്ചു, എന്താണ് താങ്കളുടെ പ്രശ്നം? ഇപ്പോൾ സഞ്ജു പറഞ്ഞു, എനിക്ക് നല്ല തുടക്കം കിട്ടുന്നുണ്ട്, പക്ഷേ അത് മുതലാക്കാനാകുന്നില്ല. ഇപ്പോൾ ഗംഭീർ പറഞ്ഞ മറുപടി, തുടർച്ചയായി 21 ഡക്ക് അടിച്ചാൽ പോലും സഞ്ജുവിനെ ഞങ്ങൾ തഴയില്ല, സഞ്ജു ഓപ്പണറാകും എന്നാണ് ഗൗതം ഗംഭീർ പറഞ്ഞത്. അപ്പോൾ ഗൗതം ഗംഭീർ മാത്രമല്ല, ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പോലും സഞ്ജുവിനെ ഓപ്പണറാക്കി കളിപ്പിക്കുന്നതിൽ വലിയ നിർണായക പങ്കും പിന്തുണയും നൽകിയ ആൾക്കാരാണ്. പക്ഷേ അവരിപ്പോൾ ട്രാക്ക് മാറി. ഈ കഴിഞ്ഞ T20 മത്സരത്തിന് തൊട്ടു മുമ്പ് നടന്ന പത്രസമ്മേളനത്തിൽ സൂര്യകുമാർ യാദവ് പറഞ്ഞത്, സഞ്ജു സാംസൺ തീർച്ചയായിട്ടും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, കിട്ടിയ അവസരങ്ങളിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ടീമിന് ഇപ്പോൾ ആവശ്യം ഏറ്റവും അനുയോജ്യമായ കളിക്കാരൻ എന്ന നിലയിൽ അത് ശുഭ്മാൻ ഗില്ലാണ്. അതുമാത്രമല്ല, ശുഭ്മാൻ ഗിൽ നേരത്തെ ഇന്ത്യയുടെ ഓപ്പണറായിരുന്നു. അതുകൊണ്ട് സീനിയോറിറ്റി വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ആ സ്ഥാനം അർഹിക്കുന്നു എന്നുള്ള ന്യായീകരണമൊക്കെയാണ് സൂര്യകുമാർ യാദവ് പറയുന്നത്. ഗൗതം ഗംഭീറും ഇപ്പോൾ ഏതാണ്ട് സഞ്ജുവിനെ കൈയൊഴിഞ്ഞ മട്ടാണ്. കാര്യം ഇവരുടെ താല്പര്യാർത്ഥമാണ് ഇപ്പോൾ ജിതേഷ് ശർമ്മ പ്ലേയിങ് 11-ൽ ഉള്ളത്. മറ്റൊരു കഥ കേൾക്കുന്നത്, ഈ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലോട്ട് കൂടുമാറിയല്ലോ. അപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ തലതൊട്ടൊപ്പൻ എന്ന് പറയുന്നത് MS ധോണിയാണ്. അപ്പോൾ MS ധോണിയും ഗൗതം ഗംഭീറുമായിട്ട് അടയും ചക്കരയാണെന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. അതായത് രണ്ടുപേരെയും ഒരേ മുറിയിൽ അടച്ചിട്ട് കഴിഞ്ഞാൽ അതിൽ ആരെങ്കിലും ഒരാളെ കുത്തിക്കൊന്ന് മറ്റൊരാൾ പുറത്തേക്ക് വരും. അതാണ് അവർ തമ്മിലുള്ള ഇരിപ്പുവശം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടീമിലേക്ക് സഞ്ജു പോകുന്നു, അല്ലെങ്കിൽ MS ധോണിയുടെ ആശ്രിത വത്സലനായിട്ട് സഞ്ജു പോകുന്നു. അത് ഗൗതം ഗംഭീറിന് ഒട്ടും ദഹിക്കുന്നില്ല. അപ്പോൾ ഈ കാരണത്താലാണ് അദ്ദേഹം CSKയിലോട്ടുള്ള ആ ഒരു പ്രഖ്യാപനം വന്നതിന് തൊട്ട് പിന്നാലെ സഞ്ജുവിനെ തുടർച്ചയായി അവഗണിക്കാനുള്ള കാരണമെന്നാണ് ചില ക്രിക്കറ്റ് വൃത്തങ്ങൾ പറയുന്നത്. പക്ഷേ ആ ആരോപണം അത്രയ്ക്കങ്ങ് ശരിയല്ല. കാരണം ചെന്നൈ ടീമിൻ്റെ നിലവിലെ ക്യാപ്റ്റനായ ഋതുരാജ് ഗെയ്ക്വാദിന് ഈ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള ഏകദിന പരമ്പരയിൽ സഞ്ജുവിനെ മറികടന്നുകൊണ്ട് അദ്ദേഹത്തിന് പരിഗണന കിട്ടിയിരുന്നു. അപ്പോൾ ആ ഒരു വാദം നമുക്ക് ഗൗതം ഗംഭീറിനോടുള്ള ഈർഷ്യതയുടെ ബലത്ത് പറയാമെങ്കിലും അതിൽ വലിയ കഴമ്പൊന്നുമില്ല എന്ന് തന്നെ പറയാം. ഏതായാലും സഞ്ജുവിനെ സംബന്ധിച്ച് വലിയ പ്രതിഭയും ദൗർഭാഗ്യവുമുള്ള ഒരു കളിക്കാരനാണ് അദ്ദേഹം എന്നുള്ളത് കാര്യം സംശയം പറയേണ്ടി വരും. കാര്യം 19ാമത്തെ വയസ്സിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം നടത്തിയതിന് ശേഷം ദീർഘകാലം ടീമിൽ നിന്ന് മാറ്റപ്പെട്ടു. ദൗർഭാഗ്യകരമാണ്. ഒരു പക്ഷേ അദ്ദേഹത്തിന് തുടർച്ചയായിട്ട് അവസരങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് വിരാട് കോഹ്ലിയെയോ രോഹിത് ശർമ്മയോ പോലെ വലിയ ആഘോഷിക്കപ്പെടേണ്ട ഒരു കളിക്കാരനായിട്ട് സഞ്ജു മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം പ്രതിഭ കൊണ്ട് വളരെ സമ്പന്നനാണ് സഞ്ജു, അവസരം കൊണ്ട് വളരെ ദുർബലനും.